നമസ്കാരം. SP അരുണാണ്. ആരും ചെയ്ത നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിന് ഗുണമുള്ള കാര്യങ്ങൾ അതാര് പറയുമ്പോഴാണ് കൂടുതൽ അർത്ഥവത്താകുന്നത്? ഇപ്പോൾ നമ്മൾ തന്നെ ഒരു കാര്യം ചെയ്തിട്ട് നമ്മൾ തന്നെ പറയുന്നതിനേക്കാൾ അപ്പുറം ആ കാഴ്ച കണ്ടിട്ട് നമ്മുടെ ശത്രുക്കൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് കേരളത്തിലെ KSRTCയുടെ വിപ്ലവം. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് അതിൻ്റെ പുതിയ ഉദ്ഘാടന പരിപാടികൾ നടക്കുന്ന സന്ദർഭത്തിൽ പൊതുവേദിയിൽ ഈ സർക്കാരിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഹൈബിയിടം പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ കേട്ടോ? ഇല്ലെങ്കിൽ കേൾക്കണം. കഴിഞ്ഞ 10 വർഷത്തിനിടയിലുള്ള മാറ്റം എന്താണെന്ന് ഹൈബിയുടെ വാക്കുകൾ നിങ്ങൾ ബോധ്യപ്പെടും. ഞാൻ മന്ത്രി പറഞ്ഞപ്പോഴും ഇത് നടക്കുന്നു എഴുതിയതല്ല. കാരണം ഈ കാണപണിയുക, ഇത് പൊക്കുക, അതിന്റെ താഴെ കൂടി വെള്ളം പോവുക എന്നൊക്കെ പറഞ്ഞത് ഞാൻ അപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ മന്ത്രി ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ചിലപ്പോ ഉദ്യോഗസ്ഥരായിട്ട് വളരെ പച്ചയ്ക്ക് തന്നെ കാര്യങ്ങൾ പറയും. ചില മന്ത്രിമാരോടും ചിലപ്പോൾ കയർത്ത് സംസാരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളെ ഒരു സെക്കൻഡ് ഒന്ന് കഴിഞ്ഞോട്ടെ. വേറെ ഒന്നുകൊണ്ടല്ല, മന്ത്രി പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾക്ക് ഈ 13 കോടി രൂപ അനുവദിച്ചത്. മന്ത്രി KSRTCയുടെ ഐശ്വര്യമായി നിലനിൽക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. അദ്ദേഹത്തിന്റെ പടം എവിടെയെങ്കിലൊക്കെ വയ്ക്കും. ഒന്നുമില്ലെങ്കിലും തകർന്നു പോയ മുങ്ങിയ കപ്പലിൽ നിന്ന് ശമ്പളം കൊടുക്കാനെങ്കിലും അദ്ദേഹം തയ്യാറായി എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഈ ഡിപ്പാർട്ട്മെന്റ് നിലനിർത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കേട്ടല്ലോ, KSRTC ഇങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാര്യം ഹൈബിയുടെ തലത്തൊട്ടപ്പനായിട്ടുള്ള നേതാവായിരുന്നു ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹം ഇങ്ങനെ KSRTC പോകുന്നതിനേക്കാൾ അടച്ചു പൂട്ടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഒരിടവേളയ്ക്ക് മുഴുവൻ, അതായത് ഈ സർക്കാരിന്റെ ഈ 2026 എത്തുന്നതിന് ഒരു 2 വർഷം മുന്നേ വരെ KSRTC ശമ്പളം കൊടുത്തിട്ട് ഏത് വികസന പദ്ധതി തുടങ്ങാൻ പോയാലും ഉടനെ പറയും KSRTC വരെ ലാഭത്തിൽ, എന്നിട്ട് വീണ്ടും ഈ പണം പൊടിച്ച് കളയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായി? ഏത് മേഖലയുണ്ട്? കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, KSRTC, KSEB തുടങ്ങി സകല പൊതുമേഖലാ സ്ഥാപനങ്ങളും ലാഭത്തിലായിരിക്കുകയാണ്. മുടങ്ങിക്കിടന്നത് പലതും 10 വർഷം അവസരം കിട്ടിയപ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രായോഗിക തലത്തിലെത്തിച്ചു ആണല്ലോ. അതിൽ നിങ്ങൾക്ക് ആർക്ക് സംശയമില്ലല്ലോ. അത് ബോധ്യപ്പെട്ടപ്പോഴാണ് ഹൈബി ഈഡൻ പോലും പറയുന്നത് KSRTCയിലുണ്ടായ മാറ്റം നിങ്ങൾ തുടരട്ടെ എന്ന്. ആര്? ഗണേഷ് കുമാർ എന്ന മന്ത്രി തുടരട്ടെ എന്ന്. സ്വാഭാവികമായിട്ട് ഇടതു മന്ത്രിമാരുടെ അല്ലെങ്കിൽ ഇടതു സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഗണേഷ് കുമാർ തുടരണമെന്ന് ഹൈബി ഈഡൻ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലെ ആഗ്രഹം എന്തായിരിക്കണം? പിണറായി സർക്കാർ തുടരട്ടെ, എന്നാലേ ഇതെല്ലാം ഇനിയും നടക്കുള്ളൂ, നമ്മുടെ ആൾക്കാരെ കയ്യിലേൽപ്പിച്ചാൽ ഇതെല്ലാം തകർത്ത് നാമാവിശേഷമാക്കുമെന്ന് ഹൈബി ഈഡനെ പോലെ കോൺഗ്രസ് MP ഒരു പരസ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ കൊണ്ടുവന്ന വികസനങ്ങൾ, കൊണ്ടുവന്ന മാറ്റങ്ങൾ, നടത്തിയ പല തരത്തിലുള്ള ഇടപെടലും, അത് കൊണ്ടുവന്നിരിക്കുന്ന കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ, അത് ഏത് മേഖലയായിക്കോട്ടെ, തകർന്നടിഞ്ഞിരുന്ന മേഖലയായിരുന്ന KSRTC പോലും ഇങ്ങനെ ഒരു വിപ്ലവം സൃഷ്ടിക്കാനായിട്ട് സർക്കാരിന്റെ നേതൃത്വത്തിൽ, ഇപ്പോൾ അത് ഗണേഷ് കുമാറിന്റെ മാത്രമല്ല, കൃത്യമായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? അതിനുവേണ്ടി മാസം 50-60 കോടി രൂപ സാലറി കൊടുക്കാൻ വേണ്ടി മാത്രം കൊടുത്തിട്ടുണ്ട്. ഇത്രയും കഴിഞ്ഞ ഈ 2ാം പിണറായി സർക്കാർ എടുത്ത് പരിശോധിച്ചാൽ KSRTCക്ക് സഹായിച്ചത് മാത്രം 100-500 കോടി രൂപയിൽ കൂടുതൽ വരും. 100-500 കോടിയല്ല, എനിക്ക് തോന്നുന്നു 1000 കോടി രൂപ അടുപ്പിച്ച് വരാൻ സാധ്യത ഉണ്ട് എന്നാണ് തോന്നുന്നത്. അങ്ങനെ സഹായിച്ചിട്ടുണ്ട് KSRTC. ആ നിലയ്ക്കാണ് അതിനെ മാറ്റിയത്, അല്ലാതെ വെറുതെ കൈയും കെട്ടി നോക്കിയിരുന്നിട്ടല്ല. കടം മേടിച്ചില്ലേ? ഞാൻ ചോദിച്ചത്, നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു വീട് വയ്ക്കാൻ ഇറങ്ങുകയാണ്, നിങ്ങളുടെ കയ്യിൽ ലിക്വിഡായിട്ടുള്ള പണമാണോ? അല്ല, നിങ്ങൾക്ക് താമസിക്കാൻ ഒരു ആവശ്യമാണ്, നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റുമെന്നുള്ള കാഴ്ചപ്പാട്. ഇതെല്ലാം മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വരുമാനം വർദ്ധിക്കും. ഇപ്പോൾ KSRTCയിൽ എന്തുകൊണ്ടാണ് കൊടുക്കാൻ പറ്റുന്നത്? പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു, വരുമാനം കൂട്ടി. അങ്ങനെ തന്നെയാണ്, അതെല്ലാം കൈയിരിക്കുന്ന പണമെടുത്തല്ല, കടം മേടിച്ച് തന്നെയാണ് അതെല്ലാം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് അത് ജനങ്ങൾക്ക് ഗുണമുണ്ടാക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നുണ്ട് എന്ന് പ്രതിപക്ഷത്തിനെ കൊണ്ട് തന്നെ പറയിക്കുന്ന വികസന മാതൃകയാണ് കഴിഞ്ഞത്തെ 10 വർഷത്തെ നേട്ടമെന്ന് പറയേണ്ടി വരികയാണ്.